റമദാനിൽ നാട്ടിലാണെങ്കിലും ഖത്തറിലാണെങ്കിലൊക്കെ 420 ഭയങ്കര ക്ലിക്കാണ്. എസ്പെഷ്യലി നമ്മളെ തിരൂര് പയ്യനങ്ങാടി ഭാഗത്തൊക്കെ ഒരുപാട് 420 ഭയങ്കര ക്ലിക്ക് ആയിരുന്നു. അതേപോലെ തന്നെ ഖത്തറിൽ ബിഗ് മാക്കിന് തൊട്ടടുത്താണ് അൻസാർ ടീൻ്റെ തൊട്ട ബാങ്ക്. ഇതെല്ലാം മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കാം. അൻസാർ ടീൻ്റെ ഒരു വേറെ പ്രത്യേകമായിട്ടുള്ള സംഭവമാണ് ഈ മുന്നിൽ കാണുന്ന ഈ ഒരു ഒക്കെ വൈബാണ്. ഒരുപാട് ആളുകൾ മലയാളീസ് ആയിട്ടുള്ള ആളുകൾക്കും അതേപോലെ തന്നെ അറബിക്സും എല്ലാ ഭാഷക്കാരും ഇവിടെ വന്ന് ഒരുമിച്ചിരുന്ന് കണ്ട് പല പല ആൾക്കാരും നാട്ടിലത്തെ ആ ഒരു അതേ അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടുന്നുണ്ട്. അത് ചിലയായിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ നമ്മൾ കുലിക്ക് പച്ചമാങ്ങ കുലിക്കുന്നുണ്ട്, പൈനാപ്പിൾ കുലിക്കുന്നുണ്ട്, ബോസ്റ്റ് കുലിക്കുന്നുണ്ട്, ഫാഷൻ ഫ്രൂട്ട് കുലിക്കുന്നുണ്ട്, മുന്തിരി കുലിക്കുന്നുണ്ട്, ഓൾഡിക്സ് കുലിക്കുന്നുണ്ട്, പിന്നെ മിൽക്ക് സർബത്ത്, പിന്നെ സ്പൈസി ആയിട്ടുള്ള കിളിവാറുണ്ട്, പിന്നെ നെഞ്ച് കളിക്കുന്നുണ്ട്, ഈ പറത്തുണ്ട്, കോഴിക്കോട് സ്പെഷ്യലൈസ്ഡ് വണ്ടി ഉണ്ട്, കോഴിക്കോട് സ്പെഷ്യൽ. അതെന്ത് ചോദിക്കാൻ. വെൽക്കം ബാക്ക്. സൽമാൻ ആൻഡ് ദോഹയിൽ നിന്നും നമ്മളൊന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച കാണാനായിട്ട് വന്നിട്ടുള്ളത്. റമദാനിൽ നാട്ടിലാണെങ്കിലും ഖത്തറിലാണെങ്കിലൊക്കെ 420 ഭയങ്കര ക്ലിക്കാണ്. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഖത്തറിലെ ബിഡ്മാക്കിനടുത്ത് അൻസാർ ടീൻ്റെ നേരെ തൊട്ട് മുന്നിലായിട്ട് ഒരു 420 ഒരു വൈബ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ വൈബ് ഏരിയയിലേക്ക് വന്നാണ് ആ കാഴ്ച കാണാനായിട്ട് വന്നിട്ടുള്ളത്. കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന് ഫസ്റ്റ് ഒന്ന് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഫോളോ മീ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫേവറേറ്റ് ഐറ്റമാണ് പൈനാപ്പിളിൽ മസാല ഇട്ടിട്ട് ഒന്നുകൂടെ മസാല കൂട്ടട്ടെ. മസാല ചോദിച്ചോട്ടെ. മസാല മതി 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 മതി. ഇതാ ഈ സാധനം എങ്ങനെ കുടിച്ചിട്ടാ നമ്മൾ രക്ഷയില്ല. നമ്മൾ കഴിഞ്ഞ നോമ്പ് നാട്ടിൽ വരുന്ന ഈ നോമ്പ് നാട്ടിൽ നമ്മൾ ഇതേപോലെ പല വെറൈറ്റി ഐറ്റംസ് ആയിട്ട് നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് എസ്പെഷ്യലി നമ്മളെ തിരൂര് പയ്യനങ്ങാടി ഭാഗത്തൊക്കെ ഒരുപാട് 420 ഭയങ്കര ക്ലിക്ക് ആയിരുന്നു. അതേപോലെ തന്നെ ഖത്തറിൽ ബിഗ് മാക്കിന് തൊട്ടടുത്താണ് അൻസാർ ടീൻ്റെ തൊട്ട ബാങ്ക്, നേരെ ഫ്രണ്ട് സൈഡിലായിട്ട്. അടിപൊളി. നമ്മളിപ്പോൾ അത്യാവശ്യം സ്പേസ് എല്ലാം ടേസ്റ്റ് ചെയ്ത് സ്പേസിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നേരെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഐസിൻ്റെ സ്വീറ്റ്സ് ആയിട്ടുള്ളായിരുന്നു ചൊരണ്ടൈസ്, എസ്പെഷ്യലി നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചൊരണ്ടൈസ്. കമോൺ. ചൊരണ്ടൈസ് സാധിച്ച മിക്സ് ആക്കുന്നുണ്ട്. മിക്സ് ആക്കാൻ ആശാന ഉഷാറാ. അടിയിൽ ഫുൾ ഐസിൻ്റെ കട്ടാണ്. ഓക്കെ, ഇതെല്ലാം മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കാം.
കുഴപ്പമില്ല. നമ്മളെ അഭിപ്രായം പറയൂ. എല്ലാത്തിനും സൂപ്പർ. നമ്മളെ നാട്ടിലെ നന്നാരി ആയിട്ട് ഒഴിച്ചിട്ടുള്ള നന്നാരി നമ്മുടെ നാട്ടിലാകുമ്പോൾ ഐസും അതുപോലെ തന്നെ നന്നാരി മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ നാരങ്ങ മാത്രമേ പീയുള്ളൂ. ഇത് മാത്രമല്ല ഒരുപാട് മിക്സ് ആയിട്ടുള്ള പല വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഓരോ വർഷം തോറും വർഷം ഇങ്ങനെ കയറി വരുന്നിടത്തോളം പല പല മിക്സ് ആയിട്ട് കൂട്ടും. ചെറണ്ടേസ് ഇപ്പോൾ പല പല രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് വേറെ ഇത് വെറൈറ്റി അല്ല. ഇല്ല വാ, ഞാൻ ഫസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഇത് കഴിക്കുന്ന ഫസ്റ്റ് ആയിട്ട്. ഇത്ര ടേസ്റ്റുള്ള സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. ഇത് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ സാധനം നല്ലുണ്ട്. അത് സൂപ്പർ സാധനമാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇങ്ങനത്തെ സാധനം. ഇനി ഇങ്ങോട്ട് വരാൻ അല്ലടാ, ശരിക്കും ആദ്യമായിട്ട് കഴിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വീറ്റ്സും അതുപോലെ തന്നെ സ്പൈസി എല്ലാം കഴിച്ച് 420 നമ്മൾ യൂസ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രുചിയേറിയ ഫുഡ്. അത് മാത്രമല്ല നമുക്ക് ആ ഒരു ലൊക്കേഷൻ സാധനം വാങ്ങിച്ച് നമ്മൾ ഇപ്പോൾ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസും 420 ഐറ്റംസ് ആണെങ്കിലും എല്ലാ സാധനം ഇവിടെ കൊടുത്തിട്ടതാണ്. ഒരു അൻസാർ ടീൻ്റെ ഒരു വേറെ പ്രത്യേകമായിട്ടുള്ള സംഭവമാണ് ഈ മുന്നിൽ കാണുന്ന ഈ ഒരു ഒക്കെ വൈബാണ്. ഒരുപാട് ആളുകൾ മലയാളീസ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ അറബിക്സും എല്ലാ ഭാഷക്കാരും ഇവിടെ വന്ന് ഒരുമിച്ചിരുന്ന് കണ്ട് പല പല ആൾക്കാരും നാട്ടിലത്തെ ആ ഒരു അതേ അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടുന്നുണ്ട്. അത് ചില എല്ലാവരും കൂടി ഒരുമിച്ച് നാട്ടിലാകുമ്പോൾ ഒരു പോസ്റ്റിലൊക്കെ നാട്ടിലൊരു പോസ്റ്റിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. പ്രത്യേക ഒരു വൈബുണ്ട്. എക്സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ അൻസാർ ടീയിൽ തന്നെ ഖത്തറിൽ തന്നെ ഇത്ര വൈബായിട്ടുള്ളൊരു മലയാളികൾ ഇത്രയായിട്ട് കൂടുതലായിട്ട് കാണുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അൻസാർ ടീൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നമ്മളിപ്പോൾ പലതവണ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബിരാൻ്റെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വൈബ് അടിപൊളിയാണ്. നമ്മൾ വീണ്ടും വന്നിട്ട് ഒരു വീഡിയോ എടുക്കുമെന്ന് ആഗ്രഹിച്ച് വന്ന് തിരിച്ച് നമ്മളത് വീഡിയോ ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ലൊക്കേഷനാണ്. മിഡ് മാക്കിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ലൊക്കേഷൻ നമ്മൾ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഖത്തറിലെ ആളുകൾക്ക് അറിയുന്നതിന് നമ്മൾ വൺ സെക്കൻഡ് ഒരു വീഡിയോ എടുത്താന്ന് മാത്രം നമ്മളെ വീഡിയോ ഇവിടെ എത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വീഡിയോ എടുത്താണ് നമ്മൾ ബ്ലോഗിൽ ഒരു വീഡിയോ വരണം. അൻസാർ ടീനെ കുറിച്ചിട്ട് അൻസാർ ടീൻ്റെ ആ ഒരു ഏരിയയിൽ കിട്ടുന്ന ഒരു വൈബ് മസ്റ്റായിട്ട് നമ്മളെ ബ്ലോഗിൽ വേണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി കാഴ്ചകൾ ഇവിടെ വന്നിട്ട് ഇരിക്കുമ്പോൾ നാട്ടിലെല്ലാം പോയിട്ട് തട്ടുകടയിലെല്ലാം ഇരുന്ന ആ ഒരു ഫീലാണ് കിട്ടുന്നത്. നമ്മളെ സുഹൃത്തായിട്ടുള്ള ഇവിടെ മൊത്തത്തിൽ ഓൾ ഇൻ ഓൾ ഇങ്ങാണ് അപ്പോൾ ഈ 420 ഇങ്ങനെ റമദാനിൽ മാത്രമുള്ള റമദാൻ മാത്രം റമദാനല്ലേ ഇതിനൊരു വൈബ്. എല്ലാ മാസം തുടങ്ങിയ ഒരു വൈബ് ഇല്ലല്ലോ. ഓക്കെ. ഈ ഒരു ആള് എല്ലാ സമയത്തും ഉണ്ടാവില്ല. അല്ല, ഇന്നൊക്കെ ആള് കുറവാണ്. നല്ല ആള് നാളെയും വീക്കെൻഡിലായിരിക്കും മെയിനായിട്ട് ആള്. നല്ലോണം ആളുണ്ടോ? മെയിനായിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ നമ്മൾ കുലിക്ക് പച്ചമാങ്ങ കുലിക്കുന്നുണ്ട്, പൈനാപ്പിൾ കുലിക്കുന്നുണ്ട്, ബോസ്റ്റ് കുലിക്കുന്നുണ്ട്, ഫാഷൻ ഫ്രൂട്ട് കുലിക്കുന്നുണ്ട്, മുന്തിരി കുലിക്കുന്നുണ്ട്, ഓൾഡിക്സ് കുലിക്കുന്നുണ്ട്, പിന്നെ മിൽക്ക് സറത്ത്, പിന്നെ സ്പൈസി ആയിട്ടുള്ള കിളിവാറുണ്ട്, പിന്നെ നെഞ്ച് കളിക്കുന്നുണ്ട്, ടീ പറത്തുണ്ട്. കോഴിക്കോട് സ്പെഷ്യൽ ഐസ് 20 ഉണ്ട്. കോഴിക്കോട് സ്പെഷ്യൽ അതെന്ത് ചോദിക്കാൻ, നമ്മൾ കോഴിക്കോടുകാരല്ലേ. ഓക്കെ. വളരെ സന്തോഷം. ഉഷാറായിരിക്കില്ല. എനിക്ക് കുറഞ്ഞ മുമ്പ് കൂടി ഉള്ളൂ. കുറഞ്ഞ മുമ്പ് കൂടിയുള്ളൂ. അവരെ മോളെ വൈബാക്കുക. നമ്മൾ വരലുണ്ട്, പക്ഷേ നമ്മൾ വീഡിയോ താങ്ക് യു. വൈബായിട്ടുള്ള ലൊക്കേഷനാണ്, ഒന്നും പറയാനില്ല. നമ്മൾ അൻസാർ ടീനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അൻസാർ ടീൻ്റെ നേരെ പുറത്ത് വന്നു കഴിഞ്ഞാലുള്ള വൈബാണ് പറഞ്ഞത്. അകത്ത് ഫുഡൊക്കെ ഇരുന്ന് എന്താ പറയുക, നോർമൽ സമയങ്ങളിലൊക്കെ ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റും. അതിലുപരി നമ്മൾ അൻസാർ ടീൻ്റെ 420 റമദാനിലെ 420 കാഴ്ചകളും അതുപോലെ തന്നെ അതിൻ്റെ വൈബാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അടിപൊളി കാഴ്ചകളൊന്നും പറയാനില്ല. നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരേ സമയം ഇരുന്ന് സംസാരിക്കാൻ അതുപോലെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ പറ്റും. നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ നിന്ന് മീറ്റിങ്ങും കാര്യങ്ങളും പല മീറ്റിങ്ങൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് അൻസാർ ടീൻ്റെ കാഴ്ചകൾ. അപ്പോൾ പെട്ടെന്ന് വന്നോളും. റംലാനിലെ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെ. അതായത് 5-6 നോമ്പ് മാത്രമേ ഉള്ളൂ. മസ്റ്റ് വരിക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നവരെ ബൈ.